ഒരുപാട് പേര് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ചോദിച്ചതിനാൽ നിങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരം ദേ പിടിച്ചോ ഈ ഉണ്ണിയപ്പ റെസിപ്പി. ഈ റെസിപ്പി ആണെങ്കിൽ വളരെ ഈസിയാണ്. കാരണം അരിയൊന്നും കുതിർക്കാതെ വെറും 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതൊക്കെ കിടിലം രുചിയിൽ. ഈവൻ കുക്കിംഗ് അറിയാത്തവർ പോലും പ്രോ കുക്കായി മാറും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞെന്നാൽ. അപ്പോൾ ആ ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കി വയ്ക്കണം. 300 ഗ്രാം ശർക്കര 2 കപ്പ് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കണം. പിന്നെ ഒരു ബൗളിലോട്ട് 2 കപ്പ് വറുത്ത അരിപ്പൊടി എടുക്കണം. അതിലേക്ക് 1/2 കപ്പ് മൈദയും ചേർക്കുക. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തണുത്ത ശർക്കരപ്പാനി അരിച്ചൊഴിക്കുക. ഇനിയും ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കൂടാതെ ഇതിലേക്ക് 2 റോബസ്റ്റ പഴം കൂടി അടിച്ച് ചേർക്കുക. റോബസ്റ്റ ഇല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ കിട്ടുന്ന പോലെയുള്ള പഴം 2 എണ്ണമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടീസ്പൂൺ ജീരകപ്പൊടിയും 1 പിഞ്ച് ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കണം. ഇനിയും ഇത് 1 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം കുറച്ച് തേങ്ങാക്കൊത്ത് ചെറിയ പീസസ് ആയിട്ട് നെയ്യിൽ വറുത്തതും കൂടി ചേർക്കണം. കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യണം. ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം പിന്നെ വെക്കരുത്, അന്നേരം തന്നെ ഉണ്ടാക്കണം. ആ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമേ ബേക്കിംഗ് സോഡ ചേർക്കാവൂ. ഞാനിതിലേക്ക് ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. കാരണം ഈ കൺസിസ്റ്റൻസിയിൽ ബാറ്റർ ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ കണക്ക് വലിയ ഓർക്കണ്ട. ഇങ്ങനെ സ്പൂണിൽ ഇങ്ങനെ കോരുമ്പോൾ നമുക്ക് ഒഴിക്കാവുന്ന പാകത്തിന്, എന്നാൽ ഇച്ചിരി കട്ടിയും വേണം, ആ ഒരു പാകത്തിന് നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. ഇനിയും ഉണ്ണിയപ്പച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് ഉണ്ണിയപ്പച്ചട്ടിയുടെ 1/4 ഭാഗം നിറയുവാൻ തക്കവണ്ണം എണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കണം. എണ്ണ നല്ലവണ്ണം ചൂടായി കഴിയുമ്പോഴത്തെ ഇതുപോലെ ഒരു സ്പൂണ് കൊണ്ട് ബാറ്റർ ഓരോ കുഴിയിലും ഈ അളവിൽ ഒഴിച്ചു കൊടുക്കുക. ആദ്യം സൈഡ് വഴി ഒഴിച്ച് അവസാനം സെൻറ്ററിലെ കുഴിയിലും ഒഴിക്കുക. കാരണം സൈഡാണ് ആദ്യമായിട്ട് കൂടുതലായിട്ട് ചൂടാകുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ. ഇച്ചിരി സമയം കഴിയുമ്പോൾ ഒരു സ്ക്യൂർ ഉപയോഗിച്ച് ഇതുപോലെ മറിച്ചിടുക. എന്നിട്ട് ഡാർക്ക് ബ്രൗൺ കളർ ആകുമ്പോൾ കോരിയെടുക്കുക. ഇത് ഫ്ലിപ്പ് ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ. ഒരറ്റത്തങ്ങ് തൊടുമ്പോഴേക്ക് ഇതങ്ങ് മറിഞ്ഞു വരും. നിമിഷ നേരം കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഇത് സ്വല്പം മാറിയതിന് ശേഷം കഴിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് പറയണേ. കാരണം ഒട്ടും വിഷമമില്ലാത്ത കാര്യമാണ്. വീട്ടിലുള്ള സാധനം വെച്ചിട്ട് ഉടനടി ഉണ്ടാക്കാവുന്നതാണ്.